വെറും 3500 രൂപയ്ക്ക് KSRTC 4 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ വരൂ, ഞങ്ങൾ വരാം കൂടെ. കപ്പൽ യാത്ര വേണോ, ബോട്ട് യാത്ര വേണോ, അതല്ല ഇനി നിങ്ങൾക്ക് കാടാണോ കാണേണ്ടത്? വരൂ, ഞങ്ങൾ തയ്യാറാക്കി തരാം, നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാം. ഹായ് പ്രിയരെ, നിങ്ങൾക്ക് വെറും 4400 രൂപയ്ക്ക് AC ബസ് വാടകയ്ക്ക് വേണോ? അതുപോലെ നിങ്ങൾക്ക് തീർത്ഥയാത്ര പോകണോ, പഠനയാത്ര പോകണോ, കാനനയാത്ര പോകണോ? അതേപോലെ നമ്മുടെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കളുണ്ടോ, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുണ്ടോ? അവർക്ക് വിനോദയാത്രയോ തീർത്ഥയാത്രയോ പോകേണ്ടതുണ്ടോ? അതുപോലെ നമ്മൾ എത്ര പേർ ഷിപ്പിൽ കയറിയിട്ടുണ്ട്, ബോട്ടിൽ കയറിയിട്ടുണ്ട്? അതിനെല്ലാം പദ്ധതിയുണ്ട്. വാ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. BTCയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ശുഭ മേഡം അല്ലേ? ശുഭ മേഡം ഉണ്ട്. കൂടുതൽ നമ്മളിവിടെ വിവാഹം, വിനോദം, വിജ്ഞാനം എന്നീ 3 പരിപാടികളെ കോർത്തിണക്കിക്കൊണ്ടാണ് BTC സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഗതാഗത മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ സാറ് ചാർജ് എടുത്ത ശേഷമാണ് പത്തനാപുരത്ത് BTC തുടങ്ങുന്നത്. ഇപ്പോൾ 1 വർഷമായിട്ടേ ഉള്ളൂ. പൊതുജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സർക്കാർ സർവീസ് സംവിധാനമായ KSRTC ഉപകരിക്കുന്ന വിധത്തിൽ ചെയ്യണം എന്നുള്ളത് സർക്കാർ നയമാണ്. പിന്നെ സാറിൻ്റെ ഗതാഗത മന്ത്രിയുടെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ KSRTC നിരക്കുകൾ കുത്തനെ കുറച്ചിട്ടുണ്ട്. 4 സ്ലാബുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. A, B, C, D എന്നുള്ള നിരക്കിൽ. ദൂരവും സമയവും, അതായത് മണിക്കൂറും അനുസരിച്ച് സ്ലാബായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. 3500 രൂപയ്ക്ക് കച്ചീസ് വണ്ടികൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന 4 മണിക്കൂർ നേരത്തേക്ക് തരുന്ന വിധത്തിൽ 3500 ഡീസൽ ഉൾപ്പെടെ അതെ എല്ലാം ചേർത്ത്. നമുക്ക് ചെറിയൊരു കല്യാണത്തിനൊക്കെ കൊല്ലത്തോ അല്ലെങ്കിൽ 40 കിലോമീറ്ററിനകത്തുള്ള ദൂരം പോകണമെന്നുണ്ടെങ്കിൽ 40 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ കിലോമീറ്ററിന് 70 രൂപ വീതം വാങ്ങിക്കും. അല്ലെ വിവാഹ നിശ്ചയത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ വണ്ടി വേണ്ടാത്ത സാഹചര്യത്തിൽ ഈ കർച്ചേസ് വാഹനം ഉപയോഗിക്കാവുന്നതാണ്. 40 കിലോമീറ്റർ 3500 രൂപയുള്ളൂ. ഒരു കാറിന്റെ ചാർജ് മാത്രമേ ആവുന്നുള്ളൂ. മാത്രമല്ല, നമ്മൾ കച്ചേസ് മാത്രമല്ല കൊടുക്കുന്നത്, എല്ലാ വണ്ടികളും AC വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ 6 AC ബസ് ഒരു പാർട്ടിക്ക് കല്യാണത്തിന് കൊടുത്തിരുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തും ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ബസ് തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ബസ് അനുവദിച്ചു തരിക എന്നുള്ള സംസ്ഥാനത്ത് മൊത്തത്തിലാണ്, പത്തനാപുരത്ത് മാത്രത്തിലല്ല, എല്ലാ ഡിപ്പോകളിലും അവൈലബിൾ ആണ്. പൊതുജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും KSRTC എത്ര ദിവസം മുമ്പായിട്ട് ബുക്ക് ചെയ്യണം? 2-3 ദിവസത്തേക്ക് മുമ്പെങ്കിലും അറേഞ്ച് ചെയ്യേണ്ടി വരും. ഏറ്റവും കുറഞ്ഞത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് അത്രയും നല്ലത്. കാരണം നിങ്ങൾ വിചാരിക്കും നാളത്തെ ആവശ്യത്തിന് എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ലേ എന്നല്ല, അറേഞ്ച് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടും. അപ്പം അതേ ഉള്ളൂ. ഈ കല്യാണത്തിനൊക്കെ അഥവാ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണോ അലങ്കരിക്കുന്നതൊക്കെ? അല്ലെങ്കിൽ അതെ, നമ്മൾ തന്നെ അലങ്കരിക്കും. പിന്നെ പറഞ്ഞല്ലോ, ഒരു സർക്കാർ കൂടിനുള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അനാവശ്യമായ അലങ്കാരങ്ങൾ പാടില്ല. സർക്കാരിന്റെ അന്തസ്സിന് ചേരുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും. വിനോദയാത്രയായിട്ട് നമ്മൾ ഇഷ്ടംപോലെ കേരളം മൊത്തത്തിൽ ടൂറുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നമ്മളത് ചെയ്യുന്നത്. അതെ, ഗവിയിൽ മാത്രമേ ഉള്ളൂ അല്പം ചാർജ് കൂടുതൽ, ബാക്കി എല്ലാം കുറവാണ്. ഗവിയുണ്ട്, മൂന്നാർ, അങ്ങോട്ടെല്ലാം എല്ലാ സ്ഥലങ്ങളിലും, അതിരപ്പള്ളി, വാഴച്ചാല്, പിന്നെ വാഗമണ്ണ്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് തെന്മലയുണ്ട്, റോസ്മല, പൊന്മുടി, പിന്നെ ബോട്ടിങ്, പൂവാറ, അങ്ങനത്തെ ഇത്, കാപ്പുകാട്, അങ്ങനെ ഒരുപാട് പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരില്ല. അങ്ങനെ വലിയ ചാർട്ടായിട്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3-4 ദിവസത്തേക്കുള്ളതുണ്ടോ? 3 ദിവസം വരെ നമ്മൾ അറേഞ്ച് ചെയ്തു. മൂകാംബിക അതാ 3 ദിവസം വരെ, 3 ദിവസം രാത്രി വരെ മൂകാംബിക ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മളെ പോകുന്ന വഴിക്ക് മാക്സിമം എല്ലാ ക്ഷേത്രങ്ങളിലും കയറി അവർക്ക് ആ പൈസയുടെ മൂല്യം കിട്ടുന്ന വിധത്തിലാണ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബോട്ടിംഗ് ഉണ്ട്, കപ്പൽ യാത്ര വരെ നമുക്ക് പത്തനാപുരത്തുന്നുണ്ട്. ബോട്ടുണ്ട്, വെസൽ യാത്രയുണ്ട്, കപ്പൽ യാത്രയുണ്ട്. നമ്മളിപ്പോ 2 പ്രാവശ്യം കപ്പൽ യാത്ര പോയി. അങ്ങനെ നമ്മള് കപ്പലയിൽ ബോൾഗാട്ടിന്ന് പോയിട്ടുണ്ട്. ബോൾഗാട്ടിന്ന് 5 മണിക്കൂർ നമ്മളെ പൊതുജനങ്ങളെ കടലിലേക്ക് കൊണ്ടുപോയി 25 നോട്ടിക്കൽ മൈൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ഫാസ്റ്റിൽ പോവുകയാണെങ്കിൽ 3840, ബസിന്റെ അനുസരിച്ച് ഒരു 300 രൂപ 400 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അത് അവിടെ കപ്പലിലെ മുഴുവൻ ചെലവും ബസ് കൂലി എല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു ചെറുതായിട്ട് അതിന്റെ ഒരു റേറ്റ് ഞാൻ പറയുകയാണ്. കച്ചേസ് വണ്ടികൾക്ക് 3500, ഫാസ്റ്റിന് 3700, സൂപ്പർ ഫാസ്റ്റിന് 3800, സൂപ്പർ എക്സ്പ്രസിനും ഡീലക്സിനും 3900, വോൾവോ ലോ ഫ്ലോർ AC ഒക്കെ 4300 രൂപ, മൾട്ടി ആക്സിൽ വണ്ടികൾ 5300 രൂപ. 4 മണിക്കൂർ നേരത്തേക്കാണ്. അതിന്റെ 40 കിലോമീറ്റർ. ഇത്രയും റേറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ജനകീയമാക്കുകയാണ് KSRTC ഏറ്റവും കുറഞ്ഞ നിരക്കില്. ഇതിൽ കുറച്ച് ഒരു കാറിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയ വണ്ടിയുടെ റേറ്റ് ആവുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.